പ്രിയമുള്ളവരെ, അക്കൗണ്ട് ടെസ്റ്റിൻ്റെ ഒരു പേപ്പറായ കേരള ഫിനാൻഷ്യൽ കോഡിൻ്റെ ഒരു ടെസ്റ്റാണ് കേരള ബജറ്റ് മാനുവൽ ഒരു പഠനം. അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ട്രക്ചർ ഓഫ് ദ ബഡ്ജറ്റ് ആൻഡ് അക്കൗണ്ട്സ്. ബജറ്റിൻ്റെയും അക്കൗണ്ടിൻ്റെയും ഘടനയെക്കുറിച്ചൊന്ന് നോക്കാം. ബജറ്റിൻ്റെയും അക്കൗണ്ടിൻ്റെയും ഇന്ന് നാം കാണുന്ന ഘടന 1974 ഏപ്രിൽ 1-ാം തീയതിക്ക് മുമ്പ് ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമാണ്. അടുത്തതായി മുഖ്യ അക്കൗണ്ട് വിഭാഗങ്ങൾ, മെയിൻ ഡിവിഷൻസ് ഓഫ് അക്കൗണ്ട്സ്. 3 വിഭാഗങ്ങളായാണ് ഗവൺമെൻറ് അക്കൗണ്ടുകൾ സൂക്ഷിക്കപ്പെടുന്നത്. ഒന്നാമത്തേത് കൺസോളിഡേറ്റഡ് ഫണ്ട്, 2 കണ്ടിജൻസി ഫണ്ട്, 3 പബ്ലിക് അക്കൗണ്ട്. ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിന് 2 മുഖ്യ ഡിവിഷനുകളുണ്ട്. കൺസോളിഡേറ്റഡ് ഫണ്ടിൻ്റെ ഒന്നാമത്തെ മുഖ്യ ഡിവിഷനാണ് റവന്യൂ, രണ്ടാമത്തെ മുഖ്യ ഡിവിഷനാണ് ക്യാപിറ്റൽ, പബ്ലിക് ഡെപ്റ്റ്, ലോൺ മുതലായവ. ഇതിൻ്റെ തന്നെ ഒന്നാമത്തെ വിഭാഗം റവന്യൂ എന്നല്ലേ പറഞ്ഞേ. റവന്യൂ നികുതി പിരിവിൽ നിന്നും നികുതിയുടെ ഇനത്തിൽപ്പെടുന്ന ഇതര ഇനങ്ങളിൽ നിന്നുമുള്ള വരുമാനവും അതിൽ നിന്ന് നടത്തപ്പെടുന്ന ചെലവും സംബന്ധിച്ചിട്ടുള്ളതാണ്. അതനുസരിച്ച് ഈ റവന്യൂവിനെ തന്നെ 2 ഉപവിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് റെസിപ്റ്റ് ഹെഡ്സ് അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ടിലെ, രണ്ടാമത്തെ എക്സ്പെൻഡിച്ചർ ഹെഡ്സ് റവന്യൂ അക്കൗണ്ടിലെ. ഇനി അടുത്ത രണ്ടാമത്തെ വിഭാഗം നമ്മൾ പറഞ്ഞല്ലോ, ക്യാപിറ്റൽ, പബ്ലിക് ഡെപ്റ്റ്, ലോൺസ് എന്നിവ. ഇതിന് 3 ഉപവിഭാഗങ്ങളുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ വിഭാഗം റെസിപ്റ്റ് ഹെഡ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലെ. ക്യാപിറ്റൽ സ്വഭാവത്തിലുള്ള വരുമാനങ്ങളെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനായി മാറ്റിവെക്കപ്പെട്ടതായി കണക്കാക്കാനാവാത്തത് സംബന്ധിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ഹെഡ് ക്യാപിറ്റൽ അക്കൗണ്ടിലെ. ഇത് ഭൗതികവും സ്ഥിരവുമായ ഭാവത്തിലുള്ള ആസ്തി വർദ്ധിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ആവർത്തന സ്വഭാവമുള്ള ബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുന്നതിനോ സാധാരണയായി വായ്പയെടുത്ത ഫണ്ടിൽ നിന്നും ചെലവുകൾ സംബന്ധിച്ചിട്ടുള്ളവ ആണ്. ഇതിൽ ക്യാപിറ്റൽ സ്വഭാവത്തിൽ നീക്കിവെക്കപ്പെട്ടിട്ടുള്ള ക്യാപിറ്റൽ സ്വഭാവത്തിലുള്ള വരുമാനവും ഉൾപ്പെടുന്നു. ഇനി മൂന്നാമത്തെ വിഭാഗം പബ്ലിക് ഡെപ്റ്റ്, ലോൺ, അഡ്വാൻസ് മുതലായവ. ഇതിൽ മുഖ്യമായും ഗവൺമെൻറ് സമാഹരിച്ചിട്ടുള്ള വായ്പയും അതിൻ്റെ തിരിച്ചടവും ഗവൺമെൻറ് നൽകിയിട്ടുള്ള വായ്പ, അഡ്വാൻസ് എന്നിവയും അവയുടെ വീണ്ടെടുക്കലും ഉൾപ്പെടുന്നു. രണ്ടാമത്തെ വിഭാഗമായ കണ്ടിജൻസി ഫണ്ട്. അക്കൗണ്ട്സിൻ്റെ പാർട്ട് 2 ഭരണഘടനയുടെ 267(2) വകുപ്പനുസരിച്ച് സംസ്ഥാന നിയമസഭ സ്ഥാപിച്ചിട്ടുള്ള കണ്ടിജൻസി ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളാണ് രേഖപ്പെടുത്തുന്നത്. മൂന്നാമത്തേത് പബ്ലിക് അക്കൗണ്ട്. അക്കൗണ്ട്സിൻ്റെ പാർട്ട് 3 പബ്ലിക് അക്കൗണ്ട്. പബ്ലിക് അക്കൗണ്ട് വായ്പ, ഡിപ്പോസിറ്റ്, അഡ്വാൻസ്, റെമിറ്റൻസ്, സസ്പെൻസ് ഇത്യാദി കാര്യങ്ങളിലുള്ള ഇടപാടുകൾ രേഖപ്പെടുത്താനുള്ളതാണ്. ഏതാനും ക്വസ്റ്റ്യൻസ് നോക്കാം. ലോൺ റേസ്ഡ് ബൈ ഗവൺമെൻറ് ഈസ് ക്രെഡിറ്റഡ് ഇൻ ടു ഡാഷ്. ആൻസർ കൺസോളിഡേറ്റഡ് ഫണ്ട്. അടുത്ത ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഗവൺമെൻറ് അക്കൗണ്ട്. അതിന് 4 ഓപ്ഷൻസ് ഉണ്ട്. 1 കൺസോളിഡേറ്റഡ് ഫണ്ട് അക്കൗണ്ട്, 2 കണ്ടിജൻസി ഫണ്ട് അക്കൗണ്ട്, 3 പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ട്, 4 പബ്ലിക് അക്കൗണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഈസ് നോട്ട് എ ഗവൺമെൻറ് അക്കൗണ്ട്. ഗവൺമെൻറ് അക്കൗണ്ട് ആകാത്തത് പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ടാണ്. ആൻസർ ഈസ് പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആർ കെപ്റ്റ് ഇൻ ഡാഷ്. എത്ര പാർട്ടായിട്ടാണ് കെപ്റ്റ് ചെയ്തിരിക്കുന്നത്? ആൻസർ 3 പാർട്സ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കം അണ്ടർ ദ മെയിൻ ഡിവിഷൻ ഓഫ് ഗവൺമെൻറ് അക്കൗണ്ട്സ്. അതിൻ്റെ ഓപ്ഷൻസ് 4 ഉണ്ട്. പബ്ലിക് അക്കൗണ്ട്, കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്, സിങ്കിങ് ഫണ്ട്. ആൻസറാണ് സിങ്കിങ് ഫണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ ഓഫ് ദ കൺസോളിഡേറ്റഡ് ഫണ്ട്, contingency fund and public account of the state is dash.
ആൻസർ ഈസ് ഗവൺമെൻറ് അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, മേജർ ഡിവിഷൻസ് ഓഫ് അക്കൗണ്ട്സ് ആർ സ്പെസിഫൈഡ് ഇൻ, എവിടെയാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നതെന്ന്. ആൻസർ പാര 8 ഓഫ് കേരള ബഡ്ജറ്റ് മാനുവൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഹൗ മെനി പാർട്സ് ആർ ഗവൺമെൻറ് അക്കൗണ്ട് കെപ്റ്റ്. ആൻസർ 3 പാർട്സ്. അടുത്തത്, വിച്ച് ഈസ് ദ പാർട്ട് 3rd ഓഫ് ഗവൺമെൻറ് അക്കൗണ്ട്. ഈ മൂന്നാമത്തെ പാർട്ട് ഏതാണെന്ന് ഗവൺമെൻറ് അക്കൗണ്ടിൻ്റെ നമ്മൾ പറഞ്ഞതാ ഗവൺമെൻറ് പബ്ലിക് അക്കൗണ്ട്. ആൻസർ ഈസ് പബ്ലിക് അക്കൗണ്ട്. ഇനി അടുത്ത, ഗവൺമെൻറ് അക്കൗണ്ട് മീൻസ് ഡാഷ്. ഗവൺമെൻറ് അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്. ആൻസർ ടോട്ടൽ ഓഫ് കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട് ആൻഡ് പബ്ലിക് അക്കൗണ്ട്. അതാണ് ഗവൺമെൻറ് അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗവൺമെൻറ് അക്കൗണ്ട്. ഗവൺമെൻറ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്താത്തത് ഏത്. അതിൻ്റെ ഓപ്ഷൻസ് പബ്ലിക് അക്കൗണ്ട്, റിലീഫ് ഫണ്ട്, കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്. അപ്പോൾ ആൻസർ റിലീഫ് ഫണ്ട്. ആൻസർ റിലീഫ് ഫണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഹൗ മെനി പാർട്സ് ആർ ഗവൺമെൻറ് അക്കൗണ്ട് കെപ്റ്റ്. ഗവൺമെൻറ് അക്കൗണ്ട് എത്ര പാർട്ടായിട്ടാണ് കെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻസർ 3 പാർട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മെയിൻ ഡിവിഷൻസ് ആർ ദെയർ അണ്ടർ കൺസോളിഡേറ്റഡ് ഫണ്ട്. ആൻസർ ഈസ് 2. കൺസോളിഡേറ്റഡ് ഫണ്ടിന് 2 ഡിവിഷൻസ് ആണുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആർ മെറ്റ് ഫ്രം. ആൻസർ റവന്യൂ റെസിപ്റ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാർട്ട് 2 ഓഫ് ഗവൺമെൻറ് അക്കൗണ്ട് കംപ്രൈസസ് ട്രാൻസാക്ഷൻസ് കണക്റ്റഡ് വിത്ത് ഡാഷ്. ആൻസർ ഈസ് കണ്ടിജൻസി ഫണ്ട്. Next, how many main divisions are there in consolidated fund? Answer 2. Next question, capital expenditure is generally met from dash. Answer capital receipts. അടുത്ത question, the contingency fund comes under which part of government accounts? Answer second part. അടുത്ത question, the contingency fund is established by the state legislature under which article Constitution of India? Answer 267(2). Next question, contingency fund has been created under article of dash of the Constitution. അത് പറഞ്ഞത് തന്നെ 267(2). Next question, the contingency fund of state is constituted under article dash of Constitution of India. Answer article 267. Next question, where is the credits and debts for which final classification is not known temporarily accommodated? Answer suspense and remittances. Next question, public account is meant to record transactions relating to dash. Answer debt, deposit, advance. Next question, transaction relating to deposits, advances and suspense come under dash. Answer public account. Next question, what kind of the heads are remittances? Answer temporary heads. Suspense account is classified under dash. Answer public account. Next question, suspense heads are dash temporary